കത്തോലിക്ക കോൺഗ്രസ് നിന്നും പി ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി ജോസഫ്, ഈ ഇന്നലെ കോഴിക്കോട് നടത്തിയ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നിങ്ങൾ അതൊരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമോ? എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത്? ശരിക്കും ഇതൊരു നമ്മൾ കത്തോലിക്കർ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവരായ ആൾക്കാർ കേരള രാഷ്ട്രത്തിൽ കഴിഞ്ഞ കാലങ്ങളായി ഒരു സമ്മർദ്ദ ശക്തിയല്ല. അതിന്റെ പരിണത ഫലമായി ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായി ഇവിടുത്തെ ക്രൈസ്തവർ മാറിക്കഴിഞ്ഞു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു JV കോശി കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ട്. ഇതിനു മുൻപ് സമാനമായിട്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിനുശേഷം അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിലെ അച്ഛൻ ഗവൺമെന്റ് മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി പാലോളി മുഹമ്മദ് കുട്ടി അന്നത്തെ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 10 പേരുടെ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ 2 മാസത്തിനകം ആ കമ്മിറ്റിയിൽ പറഞ്ഞ ശുപാർശകൾ നടപ്പിലാക്കുവാൻ ഉള്ള നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോയി. ആ കമ്മീഷൻ മുമ്പോട്ട് എടുത്തത്. എന്നാൽ ഇവിടുത്തെ ഈ JV കോശി കമ്മീഷൻ റിപ്പോർട്ട് നൽകിയതിനു ശേഷം 2 വർഷമായിട്ടും അതിനെ സംബന്ധിച്ചൊരു കാര്യമായ ചർച്ച നടത്തുന്നതിനോ അത് പ്രസിദ്ധീകരിക്കുന്നതിനോ അതിൽ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനോ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ക്രൈസ്തവരായ ആൾക്കാർ ഏറ്റവും അധിവസിക്കുന്നത് കിഴക്കൻ മേഖലകളിലാണ്. അങ്ങ് തിരുവനന്തപുരത്തെ അമ്പൂര് തൊട്ട് അങ്ങ് കാസർഗോട്ടെ വെള്ളരിക്കുണ്ട് വരെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന മുഴുവൻ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്നത്. അവരതുകൊണ്ട് തന്നെ കാടിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കാടിന്റെ വിസ്തൃതി കുറഞ്ഞതുകൊണ്ടും ഇല്ല കാടിനോടനുബന്ധിച്ചുള്ള മരങ്ങൾ മുഴുവൻ അവിടുത്തെ ആൾക്കാർ അവിടെ അധിവസിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ഒത്താശയോടുകൂടി വെട്ടിയൊക്കെ വിറ്റതുകൊണ്ടും ഒക്കെ അവിടെ കാട് നശിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വന്യജീവികൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഈ ഇറങ്ങി വരുമ്പോൾ ആരുടെ സ്ഥലത്തേക്കാണ്? അവരുടെ ക്രൈസ്തവർ വളരെ പാടുപെട്ട് അവിടെ ഇറക്കിയിരിക്കുന്ന വിളകൾ തിന്ന് നശിപ്പിക്കുന്നു, അവരുടെ ജീവഹാനി വരുത്തുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് പല പ്രാവശ്യം സർക്കാരിന് പറഞ്ഞിട്ടും സർക്കാർ അതിന്മേൽ വല്ലാത്ത നിസ്സംഗതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ചോദ്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച രംഗത്ത് വരുമോ? അല്ല, നമ്മൾ ആരെങ്കിലും അതിന് പറ്റുന്ന നമ്മുടെ ആശയങ്ങളുമായി മുമ്പോട്ട് പോകുന്നവരെ ഒന്നീ രാഷ്ട്രീയ പാർട്ടി ആകാം, അല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. ഏതായാലും സമ്മർദ്ദ ശക്തിയാകാനുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ യാതൊരു അർത്ഥമില്ല. ശരി, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും